ഇത് നിങ്ങളുടെ ഫീസിന്റെ ആദ്യ അഡ്വാൻസാണ്. നിങ്ങൾ വക്കീൽ നോട്ടീസ് അയക്കും. പൈസയാ താനത് പോയെ. സ്നേഹം വേറെ, ജോലി വേറെ. നിങ്ങൾ ഈ പൈസ മേടിച്ചില്ലെങ്കിൽ ഈ പൈസ ഞാൻ വേറെ വക്കീലിനുണ്ടേ കൊടുക്കും. ഞാൻ ഈ കാശ് മേടിച്ചാൽ തന്റെ പ്രശ്നം തീരുമോ? എന്റെ പ്രശ്നം തീരും. താൻ പൊക്കോ. വക്കീൽ നാരായണൻ തന്റെ കേസ് ഏറ്റെടുത്ത് കഴിഞ്ഞു. ഇനി തനിക്ക് ഡിവോഴ്സ് കിട്ടിയെന്ന് കൂട്ടിക്കോ. ഒരു കാര്യങ്ങളുണ്ട് വക്കീലെ. എന്താ? ഇപ്പൊ അവൾ എന്റെ മക്കളെയും കൂടെ എതിരി നിർത്തിയേക്കാം. ഡിവോഴ്സ് കഴിഞ്ഞ മക്കൾ എൻ്റെ കൂടെ വേണം. അവളുമായിട്ട് യാതൊരു വിധത്തിലുള്ള ബന്ധവും എൻ്റെ പിള്ളേർക്ക് ഉണ്ടാകാൻ പാടില്ല. ഇതൊക്കെ ഒരു വിഷയമാണ് മോനെ. താൻ ധൈര്യമായിട്ട് പോ. ഈ നാരായണ വക്കീലിനെ പറ്റി തനിക്ക് വലിയ ധാരണ ഇല്ലാത്തോണ്ടാ. തനിക്ക് ഡിവോഴ്സും കിട്ടും, പിള്ളേരെയും കിട്ടും. എനിക്ക് നിങ്ങളെ വിശ്വാസമാണ് വക്കീലെ. മിഷൻ കംപ്ലീറ്റഡ്. നിങ്ങളുടെ ഭർത്താവ് മോഹനൻ ഒരു ചതിയനാണ്. മോഹനല്ലേ നിങ്ങൾ എല്ലാ PSC ടെസ്റ്റിനും കൊണ്ടുപോകുന്നത്? അതെ. എന്നാൽ നിങ്ങൾക്ക് ജോലി കിട്ടാതിരിക്കുന്നതിനുള്ള ഏക കാരണവും നിങ്ങളുടെ ഭർത്താവ് മോഹൻ തന്നെയാണ്. നിങ്ങൾ ഇത്രയും വിശ്വസിക്കുന്ന നിങ്ങളുടെ ഭർത്താവ് രാത്രി കരിയിലെ വാരിയിട്ട് കത്തിച്ച എന്തിനാണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ചതിയനാണ് അയാൾ. നിങ്ങളറിയാതെ നിങ്ങളുടെ രക്തം ഊറ്റി കുടിക്കുന്ന ചെന്നായാണ് അവൻ. ഇതൊന്നും പോരാ. ഇവര് തമ്മിൽ അടിച്ചു പിരിയുന്ന ഒരു സ്കോപ്പും കാണുന്നില്ലല്ലോ. നിങ്ങളുടെ ഭാര്യ ഉണ്ടല്ലോ ആവണി, അവൾ നിങ്ങളെ ചതിക്കുകയാണ്. എല്ലാം തികഞ്ഞവളെ പോലെ നിങ്ങളുടെ മുന്നിൽ അഭിനയിക്കുകയാണ്. അമ്പിളി അവളുടെ സുഹൃത്ത് മാത്രമല്ല. ഇവനിവിടെ വരുന്നത് നിന്നെ കാണുന്നത് എനിക്ക് ഇഷ്ടമല്ല. ഇത് വർക്കൗട്ട് ആവുന്നുണ്ട്. മോഹന, നിന്റെ കേസ് ഞാൻ തന്നെ വാദിക്കും. ഞാൻ അത്ര വലിയ കേസുള്ള വക്കീലൊന്നും അല്ല മോന. സുധയുടെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ എനിക്ക് കേസ് വേണം. അതില്ലെങ്കിൽ ഞാൻ സ്വന്തമായിട്ട് ഉണ്ടാക്കും.